ആർക്കിടെക്ട് ഇർഷാദിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ആളുടെ റണ്ണിങ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 5 മുതൽ 8 വരെയാണ്. ഇന്ന് ആൾ ചെയ്യുന്ന പ്രൊജക്റ്റ് 50ൽ കൂടുതൽ ഓൺഗോയിങ് പ്രൊജക്റ്റ് ഉണ്ട്. അതൊരിക്കലും എൻ്റെ മിടുക്കല്ല. അദ്ദേഹം ചെയ്ത ഒരു പ്രൊജക്റ്റ് ഞാൻ വളരെ വൃത്തിയായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾ അവരെ സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് വിധത്തിലുള്ള എൻക്വയറീസ് അദ്ദേഹത്തിന് വരുന്നുണ്ട്. ഏറ്റവും സെലക്റ്റീവായ പ്രൊജക്റ്റുകൾ മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം ഒന്ന് ഇൻറ്റീരിയർ ആംബിയൻസ് ആണ്. ഇൻറ്റീരിയർ ആംബിയൻസ് ഒരു രക്ഷയില്ല. നമുക്ക് അവർ ചെയ്ത നിങ്ങൾ ഓരോ വീട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആ വൈബ് കിട്ടും. ഈ വീട് കണ്ടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും മനോഹരമായി ഡിസൈൻ ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റിനെ ഞാൻ പരിചയപ്പെടുന്നത്. അവരുടെ നമ്പർ താഴെ കാണുന്നുണ്ട്. അവർ ചെയ്ത വീഡിയോസ് ഫുള്ളായിട്ട് നമുക്ക് ഡീറ്റെയിൽ ഒന്ന് കാണാം. 6 സെൻറ്റിൽ 3500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാലിക്കറ്റാണ് ഈ വീട് നിൽക്കുന്നത്. കാലിക്കറ്റ്, കൊച്ചി, തൃശ്ശൂർ, തിരുവനന്തപുരം ഇങ്ങനെ ഭാഗങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന അടുത്തടുത്തായിരിക്കും വീട്. ഒരു വീടിൻ്റെ കോമ്പൗണ്ട് വാൾ എന്ന് പറഞ്ഞാൽ മറ്റേ വീടിൻ്റെ ചുമരായിരിക്കും. അത്രയും അടുത്തായിരിക്കും. ആ സമയത്ത് ലൈറ്റ്സൊക്കെ വീട്ടിലേക്ക് എത്തിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷേ ഇവിടെ ഇർഷാദ് വളരെ മനോഹരമായിട്ട് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ഇൻറ്റീരിയർ എത്തുന്നത് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ 6 സെൻറ്റിൽ 3500 സ്ക്വയർ ഫീറ്റ് ആണ്. എന്നാൽ അത്യാവശ്യം മുറ്റുണ്ട്, നല്ലൊരു പോർച്ച് ഉണ്ട്, കോമ്പൗണ്ട് വാളുണ്ട്, ഗേറ്റ് ഉണ്ട്. ഗേറ്റിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള ഒരു ഗേറ്റിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് MS-ൻ്റെ നമ്മൾ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അടിയിൽ ഫണ്ടർ മാക്സിൻ്റെ വുഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ടെക്സ്ചർ ഫിനിഷിംഗ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനത്തെ ഫ്ലാറ്റ് വീടുകൾ ഒരുപാട് ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടാകുന്ന സംബന്ധിച്ചാൽ ഒരുപാട് ഹൗസ് വാമിങ് കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ഒരുപാട് ക്രാക്കുകൾ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അവർ കുറച്ച് എലാസ്റ്റിക് ഉള്ള കുറച്ചും കൂടി നീളം കിട്ടുന്ന രൂപത്തിൽ ഒരു ടെക്സ്ചർ ഫിനിഷിങ്ങാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇത്ര വലിയൊരു ഏരിയ ഫ്ലാറ്റ് ചെയ്തിട്ട് ഒറ്റ ക്രാക്ക് പോലും ഇല്ല. നല്ലൊരു ഫിനിഷിംഗ് കൊണ്ട് ഡാർക്ക് മൂഡാണ് വീടിൻ്റെ എക്സ്റ്റീരിയറിന് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് എന്താണ് ഫ്ലാറ്റ് റൂഫാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. അതൊന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരുപാട് വീഡിയോയിൽ പറഞ്ഞാണ്. സിമ്പിളായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ആർക്കിടെക്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്, അവർ എല്ലാ ഏരിയയും പഠിച്ച് അതിന് ആപ്റ്റായിട്ടുള്ള ഡിസൈനാണ് തരിക. അപ്പോൾ നിങ്ങളൊരു പ്രീമിയം വീട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ബെസ്റ്റ് ആർക്കിടെക്റ്റിനെ ചൂസ് ചെയ്യുക. അത് നല്ലൊരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇവരെ മുൻ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോ എന്നുള്ള കാഴ്ച നല്ല ലിവിങ്ങിലേക്കുള്ള കാഴ്ചയാണ്. ഇവിടെയൊക്കെ ടെക്സ്ചർ ഫിനിഷിംഗ് ആണ്. ഏറ്റവും കൂടുതൽ വെയിൽ വരുന്ന ഭാഗത്താണ് ഈ ഒരു ടെക്സ്ചർ അവർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ലിവിങ്, ഡൈനിങ്, കിച്ചണിലൊക്കെ ഉള്ള ഒരു കാഴ്ചയാണ്. അവിടെ അടിപൊളിയായിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡൈനിങ് ഏരിയ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാർ ചെയേഴ്സ് ഉണ്ട്, കിച്ചൺ കാണുന്നുണ്ട്, അപ്പുറത്ത് ലിവിങ് കാണുന്നുണ്ട്, ഒരു പോർച്ചും ഉണ്ട്. ഇനി നമുക്കൊരു കിടിലൻ സംഭവം കാണിച്ചു തരാം. ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. ആക്ച്വലി ഈ പ്ലാന്റിൻ്റെ പോട്ടൊന്നും നമുക്ക് കാണാൻ, ചട്ടിയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതവർ ചെയ്തിട്ടില്ല. ഇതിന് മുന്നത്തെ വീഡിയോ അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ട്രിക്കാണ്. ആക്ച്വലി ഇതിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് മണ്ണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പിറ്റ് എടുക്കും. ആ പിറ്റിന് എന്ത് ചെയ്യും, ടൈലോ വുഡോ വെച്ചിട്ട് അവർ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ മുളച്ച് വരുന്നൊരു ഫീലാണ്. പക്ഷേ ഇത് ഇവിടെ നിൽക്കുമ്പോൾ, ഞാൻ ഇൻട്രോ ഇവിടെ നിന്നിട്ടാണ് പറഞ്ഞത്, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഫീൽ നമുക്കറിയാം. ഒരു അടിപൊളി കാഴ്ചയാണ്. ഈ ഒരു ബാക്കിൽ, ഒരു സിറ്റ് ഔട്ടിൻ്റെ ബാക്കിൽ ഒരു ചെറിയ പ്ലാന്റ് വന്നതോടുകൂടി എൻ്റർലി ഈ ഡിസൈന് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് നമ്മളൊരു ആർക്കിടെക്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് വരുന്ന യുണീക്കായിട്ടുള്ള ഡിസൈൻസ്. ഇനി നമ്മളൊരു ഡോറ് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ രീതിയിലുള്ള ഒരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സിമ്പിളായിട്ടുള്ള ഫ്രെയിമാണ്. ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ചെറിയൊരു പാനലും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡോറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ സാധാരണ നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടിട്ട് ഫസ്റ്റ് ഫ്ലോർ സ്കിപ്പ് ചെയ്യാറുണ്ട്, എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഓരോ എലമെൻറ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ കാര്യം. അത് മാത്രമല്ല, നിങ്ങളത് ഇൻറ്റീരിയറിൽ ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളൊന്ന് കാണാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇർഷാദ് ചെയ്ത വീടിൻ്റെ ഇൻറ്റീരിയറിലേക്കാണ് കയറുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ഫീലാണ്. ജസ്റ്റ് ഞാൻ ഡൈനിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കണ്ടൻറ്റുകൾ നിങ്ങളോട് സംസാരിക്കാണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടൻറ്റ് ലിവിങ് റൂമിലാണ്. ലിവിങ് റൂമിലെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കോർട്ട്യാർഡാണ്. ആ കോർട്ട്യാർഡോടെ എന്തിന് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അതിന് മുന്നേ ജസ്റ്റ് നമ്മളുടെ സോഫിനെ കുറിച്ച് പറയാം. സോഫൻ്റെ സെലക്ഷൻ, അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ പില്ലോസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സീലിംഗ്, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ആർക്കിടെക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർ വളരെ മിനിമലായിട്ട് നമുക്ക് ചെയ്തു തരുള്ളൂ. ഓവറായിട്ടുണ്ടാവില്ല, പക്ഷേ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. ഈ സീലിംഗ് നോക്കിയാൽ മനസ്സിലാവും. ഒറ്റ ഒരു വുഡൻ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതിൽ ജിപ്സത്തിൻ്റെ സീലിംഗ്, 2-3 സ്പോട്ട് ലൈറ്റ് അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഈ കോർട്ട്യാർഡ് ഡബിൾ യൂസാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ അലുമിനിയം ഫ്രെയിമിൻ്റെ ഗ്ലാസ് നീക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടോ വളരെ തിന്നായിട്ടുള്ള ഒരു ഫ്രെയിമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു മരത്തിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ മരം ഇനി നാളെ വലുതായി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മുകളിലെ കോർട്ട്യാർഡും. അത് മാത്രമല്ല ഭയങ്കര ഹോട്ടനെ ചൂടുള്ള ഒരുപാട് എയറിനെ പുറന്തള്ള ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ കംപ്ലീറ്റ് എന്ത് ലൂവേഴ്സ് അതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാം, ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ് ഇട്ടിട്ട് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോട്ട് എയർ ഇവിടെയുള്ള ഹോട്ട് എയർ ഇതുവഴി തള്ളിയിട്ട് എപ്പോഴും വീടിനെ കൂളാക്കും. പിന്നെ നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻറ്റീരിയർ പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്തോളും. പല ആളുകളും ഇൻറ്റീരിയർ പ്ലാന്റ്സ് എന്ന് വെക്കും, ഒരു 2 വീക്സ് കൊണ്ട് അത് വാടി പോകാറുണ്ട്. അപ്പോൾ ഏതാണ് ഇൻറ്റീരിയർ ഏതാണ് എക്സ്റ്റീരിയർ മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോർട്ട്യാർഡ് മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ലിവിങ്ങുമായി അറ്റാച്ച് ചെയ്തിട്ട്. ഇനി നമുക്കൊരു പ്രൈവസിയാണ് വേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഇവിടെ എന്തുണ്ട് ഒരു സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡിങ് നോക്കുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അത് കാണാനേ പറ്റില്ല, ജസ്റ്റ് ഫുൾ ഹൈഡാണ്. അപ്പോൾ നമുക്ക് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുള്ളായിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ലിവിങ്ങിനെ നമുക്ക് റൂമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. സംഭവം നമ്മൾ ഈ ഒരു ഫോയറിലേക്കാണ് കിടക്കുന്നത്, ഓപ്പൺ ആയിട്ടുള്ള ഒരു ലിവിങ് ആണുള്ളത്. പക്ഷേ നമുക്കതിന് ക്ലോസ് ആക്കാനും പറ്റും, നമ്മൾ ഭംഗിനെ ഒട്ടും ബാധിക്കുന്നുമില്ല. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫാമിലി ലിവിങ് ഉള്ളത്. ഇവിടെയും സോഫൻ്റെ സെലക്ഷൻസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുഷ്യനും ഇവിടെ നല്ല രീതിയിൽ ഒരു വുഡൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു ഒരു വുഡിൻ്റെ എലമെൻറ്റ് കൊടുത്തു. ഇത് നാച്ചുറൽ വുഡാണ്. പക്ഷെ നമുക്ക് ഈ രണ്ടും കൂടി മാച്ചായി വരുമ്പോൾ ഒരു തേക്കിൻ്റെ പീസമ്മ ചെയ്ത പോലെ ഉണ്ട്. ആക്ച്വലി ഇതെന്താണെന്നറിയോ, ഒന്ന് കാണിച്ചു തരാം, ഞാൻ പറയുന്നില്ല. ഇതേപോലെ നമുക്ക് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇർഷാദിൻ്റെ മിടുക്ക്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ഓരോ വീഡിയോയും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് തൊട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കയറി പോകാൻ പറ്റും. നല്ലൊരു ലൈറ്റ് ഉണ്ട്. ഇവിടെ ചെറിയ സംഭവം കാണിച്ചു തരാം. നമുക്ക് ഈ ലൈറ്റ് ഓഫായി കഴിഞ്ഞാൽ ഇതൊരു ആൻറ്റിക്സ് പോലെ ഒരു എലമെൻ്റാണ്. ആക്ച്വലി നമുക്കിത് ലൈറ്റാണ് ഫീൽ ചെയ്യില്ല. ഈ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്ത പോലെ ഇത് ഓൺ ആക്കിയാൽ മാത്രമേ ഇത് ലൈറ്റ് ആവുള്ളൂ. ഇത്തരം ഒരുപാട് ട്രിക്സുകൾ എപ്പോഴും അവരുടെ വീഡിയോസിൽ ഉണ്ടാകും. ഇനി നമുക്ക് ഡൈനിങ്ങിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഡൈനിങ് ഒരു രക്ഷയില്ല. ഈ ഡൈനിങ് ഏറ്റവും കൂടുതൽ പ്രീമിയം ആകാൻ ഒറ്റ കാരണമുള്ളൂ ഈ ഡൈനിങ് ടേബിളിൻ്റെ സെലക്ഷൻ, അതായത് ഈ ചെയറിൻ്റെ സെലക്ഷൻ. ഇതൊരു വളരെ യുണീക്കായിട്ടുള്ള ഒരു പീസാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞാൽ അവർ പർച്ചേസിങ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടിൻ്റെ ഭാഗമാണ്. ഒരു മെറ്റീരിയൽ കംപ്ലീറ്റ് അവരാണ് സെലക്ട് ചെയ്യുക. അവർ പർച്ചേസിങ്ങിന് നമ്മളെ കൂടെ വന്നിട്ട് അവർ നമുക്ക് പർച്ചേസ് ചെയ്ത് തരും. അപ്പോൾ അതേപോലത്തെ യുണീക്ക് പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിൽ വരും. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് മൂപ്പർ എപ്പോഴും പ്ലാന്റുകൾ കൊടുക്കാറ്. ഈ ഒരു ട്രിക്സ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിതിങ്ങനെ പൊക്കാൻ പറ്റും. ഇതിങ്ങനെ പൊക്കിയിട്ട് ഇവിടെ ഇവിടെ നമുക്ക് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ചെടി ചട്ടി നമുക്ക് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ചാൽ സംഭവം എന്തായി ഇത് ഈ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ പ്ലാന്റ് വലുതായി കഴിഞ്ഞാൽ മുകളിലും എത്തും. നേരത്തെ വെച്ചാൽ ഇത് വെറും 6 സെൻറ്റിലാണ് വരുന്നത്. ഈ 6 സെൻറ്റിലൊരു വീട് വരുമ്പോൾ നമുക്ക് ലൈറ്റ്സ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കൂടുതൽ ലൈറ്റ് വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് സ്കൈ ലൈറ്റുകൾ കൊടുക്കുന്നത്, ഫുള്ളി ഫിക്സ്ഡ് ഗ്ലാസ് വെച്ചിട്ട് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ചൂട് കൂടും. ആ ചൂടിനെ പ്രതിരോധിക്കാനാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇതേപോലത്തെ ലൂവേഴ്സ്, എയർ പാസിംഗ് ഉള്ള ലൂവേഴ്സ് ഡബിൾ ഹൈറ്റിൽ കൊടുക്കുന്നത്. ആ പ്രഷർ കാരണം ഇവിടെയുള്ള ഹോട്ട് എയറിനെ ഈ തള്ളിയിട്ട് ഇത് മുകളിലൂടെ എന്താവും പുറത്താവും. അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ നിലവിൽ വെയിൽ വരുന്നുണ്ടെങ്കിലും ആ ഒരു ചൂടിനെ അല്ലെങ്കിൽ ആ ഹോട്ട് എയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്തരം ട്രിക്സുകളൊക്കെ അപ്ലൈ ചെയ്യണം. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആർക്കിടെക്റ്റ് അടിപൊളിയാണ്. ഇനി നമുക്ക് കിച്ചണിലോട്ട് കിടക്കാം. കിച്ചണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നല്ലൊരു ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇർഷാദിൻ്റെ വീട്ടിൽ, ഇർഷാദ് ചെയ്ത വീടുകളിൽ ഇവിടെ നല്ല രീതിയിൽ ഭംഗിയുള്ള ഒരു ക്രോക്കറി ഷെൽഫ് ഉണ്ട്. ഇവിടെ കിച്ചണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ കിച്ചണാണ്. പല ആളുകളും ഓപ്പൺ കിച്ചൺ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വയർമെൻറ്റ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. പക്ഷെ ചെയ്ത് വരുമ്പോൾ എന്താവും, ക്ലോസ്ഡ് കിച്ചണാവും. ഇവിടെ കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചണാണ്. ഈ ഓപ്പൺ കിച്ചണിൽ ഇരുന്നാൽ ലിവിങ് വരെ നമുക്ക് കാണാൻ പറ്റും, സിറ്റ് ഔട്ട് കാണാൻ പറ്റും, അതേപോലെ തന്നെ എല്ലാം കാണാൻ പറ്റും. ഇവിടെ ഒരു ബാർ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ബോഡി ടൈലാണ്, ഡബിളാക്കി ഒട്ടിച്ചിരിക്കുകയാണ്. അക്രിലിക്കാണ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട്, അതായത് പ്ലൈവുഡും മൾട്ടിവുഡിൻ്റെയും മുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അക്രിലിക്കാണ്. ഇതൊരു ഫുൾ പാക്ക്ഡ് കിച്ചണാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ചിമ്മിനിയും കാര്യങ്ങളും വരുന്നുണ്ട്, അതിന് ഓവനും റെഫ്രിജറേഷനും വരുന്നുണ്ട്. ഒരുപാട് ഏരിയ സ്റ്റോറേജ് ഉണ്ട്. സീലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം, സീലിംഗ് വളരെ പ്ലെയിൻ ആയിട്ടുള്ള സീലിംഗ് ആണ്. നല്ല മനോഹരമായിട്ടൊരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, 2 ലൈറ്റ്സ് വരുന്നുണ്ട്, എല്ലാം അടങ്ങിയ ഫുൾ പാക്ക്ഡാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു സംഭവം വെച്ചാൽ ഓപ്പൺ ആണെന്ന് വെച്ചാൽ ഓപ്പൺ ആണ്, ക്ലോസ് വെച്ചാൽ ക്ലോസ് ആണ്. ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡ് ഇത് നീക്കി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഏരിയയിലോട്ട് എൻ്റർ ആവും. വർക്ക് ഏരിയയിൽ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ സ്പേസിൽ ആകെ 6.5 സെൻറ്റ് സ്ഥലമുള്ളൂ, അവിടെയാണ് ഈ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ലെങ്തി വർക്ക് ഏരിയയാണ്, ഏകദേശം എനിക്ക് തോന്നുന്നത് 2 മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ചെല്ലുമ്പോൾ ആ 2 മീറ്ററിൻ്റെ ആ ഒരു കഞ്ചക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഇവരുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയും. ഇത്തരത്തിൽ അറേഞ്ച്മെൻറ്റ് ചെയ്താൽ അങ്ങനെ ഫീൽ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു ഐഡിയ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഡോറ് തുറന്നിടും വേണ്ട, വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കിയാൽ ഇതിന് വിൻഡോ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിന് 4 പൊളി നമ്മൾ തുറന്നു കഴിഞ്ഞാൽ എന്താവും, ഇതൊരു ഡോറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ വെൻറ്റിലേഷൻ അവർ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡോറ് കൊടുക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. ആ ഡോറിന് മാക്സിമം വെൻറ്റിലേഷൻ ഉപയോഗപ്പെടുത്തു, മുകളിൽ ഒരു ഫിക്സ്ഡ് ഗ്ലാസും കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. ഇനി വളരെ മനോഹരമായിട്ടുള്ള 2 ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കൂടെ ഒന്ന് കാണാം. ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഒന്ന് കിഡ്സ് ബെഡ്റൂമാണ്. അതിന് മുന്നേ ജസ്റ്റ് ഒരു വാഷ് ബേസിൻ യൂണിറ്റാണ്. വളരെ സിമ്പിളായിട്ട് കാണുന്ന ഏരിയയിലായതുകൊണ്ട് തന്നെ വളരെ മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ നോക്കി മനസ്സിലാവും. ഒരൊറ്റ യൂണിറ്റ് ആക്കിയിട്ട് ഒരു വുഡൻ ഒരു ടെക്സ്ചർ ഫിനിഷ് കോമ്പോയിൽ ഒരു കസ്റ്റമൈസ്ഡ് രൂപത്തിലുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ബോഡി ടൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടിയിൽ സ്റ്റോറേജും വരുന്നുണ്ട്. ഒരു സിംഗിളായിട്ടുള്ള ബേസിൻ യൂണിറ്റാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇവരുടെ കിഡ്സ് ബെഡ്റൂം. ആക്ച്വലി ഇത് കിഡ്സ് ബെഡ്റൂമാണ് എന്ന് പറയുന്നെങ്കിലും ബെഡിൻ്റെ രൂപത്തിൽ മാത്രമേ കിഡ്സ് ഉള്ളൂ. കളർ പാറ്റേണോ കാര്യങ്ങളോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കിഡ്സ് ബെഡ്റൂമാണ്. 2 ബെഡ് 2 സൈഡിലായി ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഫുൾ സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ട്. അക്രിലിക് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 2ൻ്റെയും വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്ത് വൈറ്റ് ആൻഡ് വുഡൻ കോമ്പോലാണ് ഇതിൻ്റെ അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് കിഡ്സിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇട്ടുള്ള അത്യാവശ്യം നല്ല സൈസുകൾ, എനിക്ക് തോന്നുന്നു ഒരു 4 മീറ്റർ 3.60 സൈസിലാണ് ഈ ഒരു കിഡ്സ് ബെഡ്റൂം ഉള്ളത്. 4 മീറ്റർ ഞാൻ പറയാൻ കാരണം 1.20 ഈ ബെഡ് വരിക. 1.20 ആ ബെഡ് വരും. ഇവിടെ ഏകദേശം ഒരു 1.80 സൈസ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3.60 4 മീറ്റർ ഇങ്ങനെയും വരുന്നുണ്ട്. ഒരു കിഡ്സ് ബെഡ്റൂമാണ്. ഈ ഓരോ ബെഡ്റൂമും ഓരോ വ്യത്യസ്തമായിട്ടാണ് ഇർഷാദ് ഡിസൈൻ ചെയ്യാറ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്ത് ഒരു മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട്. കിഡിലൻ മാസ്റ്റർ ബെഡ്റൂമാണ്. സിമ്പിളാണ്. ഒരിക്കലും ഒരു ഡാർക്ക് ഹെവി കളറൊന്നും ആൾ യൂസ് ചെയ്യാറേ ഇല്ല. ഇതേപോലത്തെ സിമ്പിളായിട്ട് ടെക്സ്ചർ വുഡന്, അതേപോലെ തന്നെ ഇങ്ങനെ ലൈറ്റ് ഗ്രേ വരുന്ന ബെഡ്ഷീറ്റുകൾ, അതിൻ്റെ പില്ലോ കവേഴ്സ്, ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഇത്തരം ഡിസൈനുകൾ പിറക്കാറ്. അപ്പോൾ ഇവിടെ നിന്ന് വലിയ വിൻഡോസ് ഉണ്ട്, അവിടെ സിംഗിൾ വിൻഡോ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത് നമുക്ക് അക്രിലിക്കും വുഡനും കൂടി കൂടിയിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സംഭവം കാണിച്ചു തരാം. അതായത് ചെറിയ റീപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു ക്യൂട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ സംഭവം ഇപ്പം നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ചുളിവിൽ ചാർക്കോളും വേഴ്സൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ വൃത്തിയോ ഈ ഫീലോ കിട്ടില്ല. ഇത് കംപ്ലീറ്റ് ചെറിയ റീപ്പറുകളാണ്. ഇത് ഒട്ടിച്ചൊക്കെയാണ്. ഇത് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മേക്കപ്പ് ഏരിയ, ഒരു മിറർ, ചെറിയൊരു ആൻറ്റിക്സ് ഒക്കെ വെക്കാനുള്ള സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. 2 ബെഡ്റൂം, ലിവിങ്, ഡൈനിങ്, ഫാമിലി ലിവിങ്, കിച്ചൺ, വർക്ക് ഏരിയ അടങ്ങുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. സ്റ്റെയർ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റെയർ കംപ്ലീറ്റ് വുഡനിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിൽ കംപ്ലീറ്റ് സ്റ്റോറേജ് വരുന്നുണ്ട്. സ്റ്റെയറിൽ കൊടുത്ത ലൈറ്റ് എടുത്ത് പറയേണ്ട തന്നെയാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ് നമുക്ക് അവിടെ വരുമ്പോൾ ക്ലിയറായിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റുകളാണ്. നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ച ഒന്ന് കാണാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു വിരുന്നാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ കിടിലൻ ബെഡ്റൂമാണ്. ഞാൻ 100ൽ 100 മാർക്ക് കൊടുത്ത ബെഡ്റൂം ഒന്ന് കാണിച്ചത്. അതാണ് ഈ ബെഡ്റൂം. ഇത് കൊടുക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതൊരു കിടിലൻ ബെഡ്റൂമാണ്. നമ്മളൊക്കെ ഒരു ബെഡ്റൂം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നൊരു ബെഡ്റൂമാണ്. ഇവിടെ നോക്കി, ഇവിടെ നല്ല പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡ് വിൻഡോ വെച്ചിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിവിടെ നല്ല ഹോട്ട് എയർ ഉണ്ടെങ്കിൽ അതിന് തള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ചൂട് എയർ കംപ്ലീറ്റ് ഇതുവഴി മേലേക്ക് പോയിട്ട് നമുക്ക് ഫ്രഷ് എയർ കിട്ടും. നല്ല പ്ലാന്റ് ഉണ്ട്. നമ്മൾ അടിയത്തെ ബെഡ്റൂമിൽ കാണിച്ചു, നല്ല ലിവിങ്ങിൽ കാണിച്ചു വലിയൊരു മരം. ആ മരം ഒരു ഒറ്റ വർഷം കൊണ്ട് പൊന്തി വന്നാൽ ഈ ഹൈറ്റിൽ ഫുള്ളുണ്ടാവും. അപ്പോൾ വല്ലാത്തൊരു ഫീലായിരിക്കും ഈ ഒരു ബെഡ്റൂം. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഇവിടെ കൊടുത്ത ഈ ഒരു ഊഞ്ഞാലിനെയാണ്. സാധാരണ ബെഡ്റൂമിൽ ആരും ഊഞ്ഞാൽ കൊടുക്കാറില്ല. ഇവിടെ നിന്ന് നല്ല രീതിയിൽ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു കിടിലം ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സംഭവം എന്താ വെച്ചാൽ ഇവിടെ കൊടുത്തുള്ള ഡീറ്റെയിലിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ചെറിയ റീപ്പർ വുഡ് സ്ലൈസ് ചെയ്തെടുത്തിട്ട്
2 mm തിക്നെസ് ഉള്ള 2 mm ഗ്രാപ്പുള്ള ചെറിയ ഗ്രൂ കൊടുത്തിട്ട് കിഡിലൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, പ്രീമിയം ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈനാണ് ഈ ബെഡ്റൂമിൽ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നാലാമത്തെ റീസൺ ആയിട്ട് നമുക്ക് എന്താ ചെയ്യാം, ഈ ഒരു കുഷൻ ടൈപ്പുള്ള ബെഡ് കോട്ട് കൊടുക്കാൻ പറ്റും. നല്ല രീതിയിലുള്ള ബെഡ്ഷീറ്റും പില്ലോ കവറും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു ബാൽക്കണി. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹൈറ്റ് കുറവുള്ള ഒരു സ്ലാബാണ്, കമ്പാരിറ്റീവ്ലി ഹൈറ്റ് കുറവാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇവിടെ ടെക്സ്ചർ ഫിനിഷിങ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം. ഇനി സെക്കൻഡ് ബെഡ്റൂം ഉണ്ടല്ലോ, പ്രീമിയം ബെഡ്റൂമാണ്. അതിന് മുന്നേ ഈ വാർഡ്രോബ് ഏരിയയും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ നല്ല രീതിയിലൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കോംബോ ഒരു വാർഡ്രോബ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു കിഡിലൻ ബാത്റൂം വരുന്നുണ്ട്, ജസ്റ്റ് കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഇവരുടെ വലിയ മകൻ താമസിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ഒരു ബെഡ്റൂമുണ്ട്. അത് ഒരു ന്യൂജൻ ബെഡ്റൂമാണ്, ഒരു കിഡിലൻ ബെഡ്റൂമാണ്. അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ന്യൂജൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടെങ്കിൽ ആ ഓരോ ഈ ഒരു സംഭവം മാത്രം മതി ഇത് ന്യൂജനാണെന്ന് കാണിക്കാൻ. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ബെഡ് കോട്ട് ഉണ്ടല്ലോ, കംപ്ലീറ്റ് കാൻലിവറിൽ നിലം തൊടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ക്ലീനിങ് പർപ്പസിന് അടിപൊളിയാണ്. അത് മാത്രമല്ല വേറൊരു ഫീൽ തന്നെ നൽകുന്നുണ്ട്. അതിന് മാച്ചാകുന്ന ഒരു ഹെഡ് റെസ്റ്റ് ഡിസൈന്, ഒരു ടെക്സ്ചർ പെയിൻറ്റ്, ഒരു മിററിൻ്റെ ബാക്കിൽ കൊടുത്ത ലൈറ്റ്, സീലിങ്ങിൻ്റെ പാനല്, സ്പോട്ട് ലൈറ്റുകൾ, ഇതിൻ്റെ കളർ തീം, ഇതിൻ്റെ ഫ്ലോർ ടൈല് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്രൂട്ടഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള വാർഡ്രോബ് ഒരു വൈറ്റ് ആൻഡ് ചെറിയ ബ്ലാക്ക് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ബാത്റൂം ആണെങ്കിലും ഒരു കിഡിലൻ ബാത്റൂമാണ്. ഒറ്റ ബാത്റൂം നമ്മൾ ഹോം ടൂറിൽ കാണിച്ചിട്ടില്ല, കാരണം വെച്ചാൽ പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഇർഷാദ് ചെയ്യൽ ഇത്തരത്തിലുള്ള ബാത്റൂം ഡിസൈൻസാണ്. ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തിരിച്ചിട്ടുണ്ട്. അതേപോലെ ലെഡ്ജ് വാള് കെട്ടിയിട്ടുണ്ട്, ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്, വാൾമൗണ്ട് കോൺസെറ്റും ടേബിൾ ടോപ്പ് ബേസിനും മിററും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കിഡിലൻ ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഫാമിലി ലിവിങ്, ഒരു അപ്പർ ലിവിങ് സ്പേസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ടൊരു ട്രിക്ക് ഷെയർ ചെയ്യാണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ എയർ, കാരണം ഇത് ഡബിൾ ഹൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡബിൾ ഹൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ട് ഇവിടെ ഒരു അഡീഷണൽ സ്ലാബ് അവർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കാണണം, ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാവും. സാധാരണ വീടിൻ്റെ സ്റ്റെയർ അവിടെ അവസാനിക്കും, ഇവിടെ ഒരു അഡീഷണൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ, 6 സെൻറ്റ് സ്ഥലമുള്ളൂ, 3500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സ്ലാബ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. സ്റ്റോറേജ് ആയിട്ട്, ഇലക്ട്രിക്കൽ പോയിൻ്റ് ആയിട്ട്, ഇൻവേർട്ടറായിട്ട് എല്ലാം ആ ഒരു ഏരിയ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തു, കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ലൈറ്റാണ്. ഇവിടെയൊക്കെ എയർ പാസ് ചെയ്യാൻ വേണ്ടി ലുവേഴ്സ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂട് എയറിനെ മുകളിലോട്ട് തള്ളി പുറത്തോട്ട് വിടാനുള്ള ലൂവേഴ്സ് അവിടെയൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ക്രോസ് വെൻറ്റിലേഷൻ ഉണ്ട്. ഇപ്പോൾ അവിടെ കണ്ടോ, അവിടെ നമുക്കൊന്ന് ലൂവേഴ്സ് ഉണ്ട്. ഈ ഒരു ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെയും ലൂവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഇവിടെ എപ്പോഴും ഒരു കൂളിംഗ് എയർ സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ബെഡ്റൂം. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഒരു പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ആ പ്ലാന്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നല്ലൊരു കാഴ്ചയാണ്. അവിടെ ഒരു വുഡൻ ഫ്ലോറിങ് കാണാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഒരു ഫിക്സഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെൻറ്റിലേഷനും അതുപോലെ എയർ പാസിങ്ങിനും കൃത്യമായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇവിടെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ചെറിയ വീടാണ്, അതുകൊണ്ട് വാഷിംഗ് മെഷീന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. അതിന് പുറമെ ഇവിടെ ചെറിയൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഉണക്കിയിടാനൊക്കെ വേണ്ടി, തുണി അലക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇത് മുകൾക്ക് പോകണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു സ്റ്റെയർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റെയർ ഉപയോഗിച്ച് അവർ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ വിശാലമായ ഓപ്പൺ ടെറസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു 6 സെൻറ്റിൽ അവർക്ക് പോസിബിളാണ്. നമുക്ക് അവസാനത്തെ ബെഡ്റൂം കണ്ടിട്ട് നിർത്താം. ഈ അവസാനത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രയർ റൂം ഉണ്ട്. ഇപ്പോൾ കൂടുതലൊന്നും ചെയ്തിട്ടില്ല, അവിടെ കാണിക്കുന്നില്ല. ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുള്ള ഒരു പ്രയർ റൂം ഉണ്ട്, ഒരു ബെഡ്റൂം ഉണ്ട്. അതും കൂടി കാണിച്ചിട്ട് നമുക്ക് എൻട്രി ചെയ്യാം. ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പോയിൽ കൊടുത്തിട്ടുള്ള കിഡിലനായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത് വരുന്നത്. അക്രിലിക് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഹെഡ് റെസ്റ്റ് ഡിസൈൻ ഉണ്ട്, ബെഡ്ഷീറ്റിൻ്റെ ഡിസൈൻസ്, ബ്ലാങ്കറ്റ്, അതുപോലെ തന്നെ പില്ലോ കവേഴ്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു തീം ഉണ്ടല്ലോ, വൈറ്റ് ആൻഡ് വുഡ്, ഇതേ മാച്ചായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വാർഡ്രോബ് എന്താണ്, അതേ സെയിം പാറ്റേൺ ആണ്
ഈ വീട്ടിലോട്ട് കയറുമ്പോൾ ഈ റൂമിലോട്ട് കയറുമ്പോൾ നല്ലൊരു ഫീൽ നമുക്ക് കൊണ്ടുവരാൻ ഈ ഡിസൈൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലി ഒരു സംഭവം പറഞ്ഞതാ, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഇത്തരം മനോഹരമായ ബെഡ്റൂമിനൊക്കെ എന്താക്കാറുണ്ട്, വൃത്തികേടാക്കാറുണ്ട്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ബെഡ്റൂമൊക്കെ അറിയാലോ. അവിടെയാണ് അതുവരെ പ്രോപ്പറായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വന്ന് ബെഡ്റൂമിനുള്ളിൽ കയറിയ ഡ്രസ്സ് നമുക്ക് നേരെ ഇവിടെ തൂക്കിയിടാം. അത് നേരെ നമുക്ക് അടച്ചു വെക്കുകയും ചെയ്യാം. അതിന് വെന്റിലേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മേക്കപ്പ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടുമായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ്. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.